ഡിഫൻസ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിരോധ മേഖലയിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമ്പർ 1, ദക്ഷിണ കൊറിയയുടെ പുതിയ വിമാനത്തിന് ഇന്ത്യയുടെ AMCയുടെ രൂപസാദൃശ്യമെന്ന് റിപ്പോർട്ട്. ദക്ഷിണ കൊറിയ അവരുടെ 4.5 തലമുറ യുദ്ധവിമാനമായ KF-21ന്റെ പ്രോട്ടോടൈപ്പ് പുറത്തുവിട്ടു. നമ്പർ 2, വടക്കൻ അതിർത്തിയിൽ സൈനിക വിന്യാസം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മൗണ്ടൻ സ്ട്രൈക്ക് കോർപ്സിലേക്ക് ഇന്ത്യൻ സൈന്യം 10,000 അധിക ട്രൂപ്പിനെ കൂടി ചേർക്കുന്നു. നമ്പർ 3, 2021 തുടക്കത്തിൽ ചാമ്പഹാർ തുറമുഖത്തിന്റെ പ്രവർത്തനം ഇന്ത്യ വേഗത്തിലാക്കിയെന്നും 2021 മെയ് മാസത്തോടെ തുറമുഖം പ്രവർത്തനക്ഷമമാകുമെന്നും അമേരിക്കൻ കോൺഗ്രസിന്റെ റിപ്പോർട്ട്. നമ്പർ 4, പാങ്കോങ് തടാക പ്രദേശത്ത് നിന്നുള്ള വിജയകരമായ പിൻവാങ്ങലിന് ശേഷം ഇന്ത്യയും ചൈനയും 11ാം റൗണ്ട് സൈനിക ചർച്ച വെള്ളിയാഴ്ച ലഡാക്കിൽ നടത്തി. KF-21 ബോറാമെ എന്ന് വിളിക്കപ്പെടുന്ന പുതിയ 4.5 തലമുറ യുദ്ധവിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് ദക്ഷിണ കൊറിയ വെള്ളിയാഴ്ച പുറത്തുവിട്ടിരുന്നു. 4.5 തലമുറയിലെ ഒരു പോരാളിയെ മറ്റുള്ള വിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഉയർന്ന മാനുവറബിലിറ്റി, വായുവിൽ നിന്ന് വായുവിലേക്കും ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കുമുള്ള ദൗത്യങ്ങൾ നടത്താൻ കഴിവുള്ള ആയുധങ്ങൾ, റഡാർ സിഗ്നേച്ചർ കുറയ്ക്കുന്നതിനുള്ള ഫീച്ചറുകൾ, റഡാർ ഇൻഫ്രാറെഡ് സെൻസറുകൾ എന്നിവയുടെ സംയോജനത്താലാണ്. അതേസമയം 4.5 തലമുറ യുദ്ധവിമാനങ്ങൾ ബാഹ്യ ഹാർഡ് പോയിന്റുകളിലും ചിറകുകളിലും ഫ്യൂസേജുകളിലും ആയുധം വഹിക്കുമ്പോൾ 5ാം തലമുറ വിമാനങ്ങൾ സ്റ്റെൽത്ത് സവിശേഷതകൾ വർദ്ധിപ്പിക്കാനായി ആയുധങ്ങൾ ഇന്റേണൽ വെപ്പൺ ബേയിൽ വഹിക്കുന്നു. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മൂൺ ജെയിൻ, ഇന്തോനേഷ്യൻ പ്രതിരോധ മന്ത്രി പ്രഭാവോ സുബിയാൻഡോ എന്നിവർ ഈ യുദ്ധവിമാനത്തിന്റെ പ്രോട്ടോടൈപ്പിന്റെ ലോഞ്ചിൽ പങ്കാളികളായി. 2001 അന്നത്തെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റായ കിം ഡേ ജിങ് 2015ഓടെ നിലവിലുള്ള അവരുടെ F-4, F-5 വിമാനങ്ങളെ മാറ്റി സ്ഥാപിക്കാൻ രാജ്യത്തിനായി ഒരു തദ്ദേശീയ പോരാളിയെ വികസിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. KF-21 പദ്ധതിയോടുള്ള പ്രതിബദ്ധതയിൽ നിന്ന് ഇന്തോനേഷ്യ പിന്നോട്ടു പോവുകയാണെന്ന് 2019 റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 48 വിമാനങ്ങൾ വാങ്ങുന്നതിനായി $1.3 ബില്യൺ നൽകാനും അതിനുള്ള സാങ്കേതിക വിദ്യ സുരക്ഷിതമായി കൈമാറാനും ഇന്തോനേഷ്യ സമ്മതിച്ചിരുന്നു. എന്നിരുന്നാലും ഇന്തോനേഷ്യ ഇതുവരെ $202 മില്യൺ മാത്രമാണ് നൽകിയിട്ടുള്ളതെന്ന് യോൻഹാപ്പ് റിപ്പോർട്ട് ചെയ്യുന്നു. ദക്ഷിണ കൊറിയയും ഇന്തോനേഷ്യയും നിലവിൽ ഈ പദ്ധതിയെക്കുറിച്ച് ചർച്ചകൾ തുടരുകയാണ്. KF-21 യുദ്ധവിമാനത്തിന്റെ ഔപചാരിക വികസനം ദക്ഷിണ കൊറിയ 2015 അവസാനത്തോടെ ആരംഭിച്ചു. ദക്ഷിണ കൊറിയയുടെ യോൻഹാപ്പ് വാർത്താ ഏജൻസിയുടെ കണക്കനുസരിച്ച് 120 KF-21 യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്നതിനും നിർമ്മിക്കുന്നതിനുമായി രാജ്യം $7.9 ബില്യൺ അനുവദിച്ചു. KF-21 എന്ന ഇരട്ട എഞ്ചിൻ വിമാനത്തിന് 7.7 ടൺ ആയുധങ്ങളും ഇന്ധനവും അതിന്റെ ചിറകുകൾക്കും ഫ്യൂസേജുകൾക്കും കീഴിൽ വഹിക്കാൻ കഴിയും. KF-21ന്റെ ആദ്യ വിമാനം 2022 പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. KF-21 അമേരിക്കയുടെ F-35 സ്റ്റെൽത്ത് വിമാനത്തിന്റെ രൂപകൽപ്പനയ്ക്ക് സമാനമാണ്. ദക്ഷിണ കൊറിയ നിലവിൽ F-35ന്റെ ഉപയോക്താവ് കൂടിയാണ്. കൂടാതെ KF-21 അമേരിക്കൻ ജെറ്റിന്റെ വില കുറഞ്ഞതും സ്റ്റെൽത്ത് അല്ലാത്തതുമായ ഒരു ബദലെന്നും വിശേഷിപ്പിക്കപ്പെടുന്നു. KF-21ന്റെ നിലവിലെ വേരിയന്റിൽ ഒരു ഇന്റേണൽ വെപ്പൺ ബേ ഇല്ല. പക്ഷേ ഭാവി വേരിയന്റുകൾക്ക് ഇത് ഉണ്ടായിരിക്കാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 4.5 തലമുറയിലുള്ള ഈ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി കൂടുതൽ നൂതന പതിപ്പുകൾ നിർമ്മിക്കാൻ ദക്ഷിണ കൊറിയയ്ക്ക് കഴിയുമെന്ന് കൊറിയ അഡ്വാൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രൊഫസർ യോൻഹാപ്പിനോട് പറഞ്ഞു. കൂടാതെ യൂറോപ്യൻ കമ്പനികളായ MBDA, ഡൈൽ BGD എന്നിവയിൽ നിന്ന് ദക്ഷിണ കൊറിയ ആദ്യത്തെ KF-21 ബാച്ചിനായി എയർ ടു എയർ മിസൈലുകൾ വാങ്ങുന്നു. KF-21 നിർമ്മിക്കുന്നതിന് ദക്ഷിണ കൊറിയ ഘട്ടം ഘട്ടമായുള്ള വികസന സമീപനമാണ് സ്വീകരിച്ചത്. അമേരിക്കൻ കമ്പനിയായ GE നിർമ്മിച്ച 2 F-414 എഞ്ചിനുകളിലാണ് KF-21 പ്രവർത്തിക്കുന്നത്. GE കഴിഞ്ഞ വർഷം ദക്ഷിണ കൊറിയയ്ക്ക് ആദ്യത്തെ F-414 എഞ്ചിനുകൾ കൈമാറിയിരുന്നു. ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് സ്റ്റെൽത്ത് ഫൈറ്ററിന്റെ പ്രാരംഭ വേരിയന്റുകളും F-414 ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുക എന്നതാണ് ശ്രദ്ധേയം. ഇരട്ട എഞ്ചിൻ പോരാളികൾ എന്ന നിലയിൽ AMCക്കും KF-21നും സമാനമായ ഏകദേശം 25 ടൺ ഭാരം വഹിക്കാൻ കഴിയും. KF-21ന്റെ ലേഔട്ടുമായി സാമ്യതയുണ്ടെങ്കിലും AMCയെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു ഇന്റേണൽ വെപ്പൺ ബേയോട് കൂടിയാണ്. AMCയുടെ ആളില്ലാ പതിപ്പ് വികസിപ്പിക്കുന്നതിനെ കുറിച്ചും DRDO സൂചന നൽകിയിട്ടുണ്ട്. 6ാം തലമുറ സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിക്കാൻ ഭാവിയിൽ തങ്ങൾക്ക് പദ്ധതികളുണ്ടെന്നും ഏത് സാഹചര്യത്തിലും അപകടകരമായ ദൗത്യങ്ങൾക്കായി സ്വയംഭരണ മോഡിൽ AMC വിമാനം പറത്താൻ കഴിയുമെന്നും ഈ വർഷം ഫെബ്രുവരിയിൽ DRDOയുടെ AMCA പ്രോജക്ട് ഡയറക്ടറായ AK ഘോഷ് പറഞ്ഞിരുന്നു. ഇന്ത്യൻ വ്യോമ
വ്യോമസേന നിലവിൽ 125 AMCA പോരാളികളെ വാങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. AMCA ജെറ്റുകളുടെ ആദ്യ 2 സ്ക്വാഡ്രോണുകൾ F414 എഞ്ചിനുകൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ബാക്കിയുള്ളവയിൽ വിദേശ സഹായത്തോടെ ഇന്ത്യയിൽ വികസിപ്പിക്കുന്ന ഉയർന്ന ത്രസ്റ്റ് എഞ്ചിൻ ഘടിപ്പിക്കും. അടുത്ത അപ്ഡേറ്റ് നോക്കാം. വടക്കൻ അതിർത്തിയിൽ ഇന്ത്യ സൈനിക വിന്യാസം കൂടുതൽ ശക്തമാക്കുന്നു. ചൈനീസ് അതിർത്തിയിലെ ആക്രമണ പ്രവർത്തനങ്ങൾക്കായി ഉത്തരവാദിത്തമുള്ള മൗണ്ടൻ സ്ട്രൈക്ക് കോർപ്സിലേക്ക് ഇന്ത്യൻ സൈന്യം 10,000 അധിക ട്രൂപ്പിനെ കൂടി ചേർക്കുന്നു. പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ ഫ്രണ്ടിൽ നിന്ന് ചൈനീസ് അതിർത്തിയിലേക്ക് ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കാൻ ഇന്ത്യൻ സേന സ്വീകരിച്ച നടപടികളുടെ ഭാഗമായാണ് മൗണ്ടൻ സ്ട്രൈക്ക് കോർപ്സിനെ ശക്തിപ്പെടുത്തുന്നത്. പശ്ചിമ ബംഗാളിലെ പനഗാർ ആസ്ഥാനമായുള്ള 17 മൗണ്ടൻ സ്ട്രൈക്ക് കോർപ്സിലേക്ക് കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന 10,000-ഓളം സൈനികരുമായി നിലവിലുള്ള ഒരു ഡിവിഷന്റെ രൂപീകരണത്തിന് നിയോഗിച്ചിട്ടുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു. മൗണ്ടൻ സ്ട്രൈക്ക് കോർപ്സിന് 1 ദശാബ്ദത്തിന് മുൻപ് കേന്ദ്രം അനുമതി നൽകിയെങ്കിലും ഇതുവരെ ഒരു ഡിവിഷൻ മാത്രമേ രൂപീകരിച്ചിട്ടുള്ളൂ. നിലവിൽ വരുത്തുന്ന നവീകരണം വഴി നിയുക്ത ചുമതല നിർവഹിക്കുന്നതിന് ഇപ്പോൾ കൂടുതൽ ഫയർ പവറും മാൻ പവറും ഉണ്ടായിരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. കിഴക്കൻ ലഡാക്കിലെയും മറ്റു പ്രദേശങ്ങളിലെയും ചൈനീസ് ആക്രമണം മൂലം ഇന്ത്യ ചൈന അതിർത്തിയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കരസേന സമീപകാലത്ത് നിരവധി നവീകരണങ്ങളും പദ്ധതികളും നടത്തി വരികയാണ്. അതേസമയം ഇന്ത്യൻ സൈന്യവും മറ്റ് സുരക്ഷാ സേനകളും ലഡാക്ക് സെക്ടറിലെയും മറ്റു പർവ്വത പ്രദേശങ്ങളിലെയും വേനൽക്കാല വിന്യാസം ആരംഭിക്കാൻ തുടങ്ങി. ഇന്ത്യയും ചൈനയും കഴിഞ്ഞ വർഷം മുതൽ ധാരാളം സൈനികരെ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട്. മധുര ആസ്ഥാനമായുള്ള വൺ സ്ട്രൈക്ക് കോർപ്സിനെ രൂപീകരിക്കുകയും അവരെ വടക്കൻ അതിർത്തികളിലേക്ക് പുനഃക്രമീകരിക്കുകയും ചെയ്തു. അതേസമയം വൺ സ്ട്രൈക്ക് കോർപ്സിന്റെ ഒരു കവചിത രൂപീകരണവും തുടരുകയാണ്. കൂടാതെ ഷുഗർ മേഖല, സെൻട്രൽ മേഖല, വടക്ക് കിഴക്കൻ അതിർത്തി എന്നിവിടങ്ങളിലെ സൈനികരുടെ വിന്യാസവും ഇന്ത്യ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. പാങ്കോങ് സോയുടെ തെക്കൻ തീരത്തുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പ്രവർത്തനങ്ങൾ കാരണം ഫിംഗർ പ്രദേശത്ത് നിന്നുള്ള പിൻവാങ്ങൽ ഉറപ്പാക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു. കൂടാതെ പ്രദേശത്തെ മറ്റ് സംഘർഷ സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ പിൻവാങ്ങലിനായി ഇരുപക്ഷവും ചർച്ചകൾ തുടരുകയാണ്. ചൈനീസ് സൈന്യം ഗോഗ്ര, ഹോട്ട് സ്പ്രിംഗ്സ്, ഡെപ്സാങ് സമതലങ്ങളിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് നിലവിൽ ഇന്ത്യ ആവശ്യപ്പെടുന്നത്. ഇതിനായി 11ാം റൗണ്ട് കോർപ്സ് കമാൻഡർ തല ചർച്ചകൾ നടന്നിരുന്നു. അടുത്ത അപ്ഡേറ്റ് നോക്കാം. ഇറാനിലെ ചാബഹാർ തുറമുഖവും അനുബന്ധ റെയിൽവേയും വികസിപ്പിക്കാൻ സഹായിക്കുന്നതിന് 2015 ഇന്ത്യ സമ്മതിച്ചതായും പാകിസ്ഥാന്റെ തടസ്സമില്ലാതെ അഫ്ഗാനിസ്ഥാനുമായി വ്യാപാരം നടത്താൻ ഇത് ഇന്ത്യയെ സഹായിക്കുമെന്നും അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾ തയ്യാറാക്കിയ ഇൻഡിപെൻഡന്റ് കോൺഗ്രഷണൽ റിസർച്ച് സർവീസിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നു. ഹ്രസ്വമായ നിർത്തിവെക്കലിന് ശേഷം ഇന്ത്യ ഈ വർഷമാദ്യം ചാബഹാർ തുറമുഖത്തിന്റെ പ്രവർത്തനം വേഗത്തിലാക്കിയിരുന്നു. തന്ത്രപ്രധാനമായ ഈ ഇറാനിയൻ തുറമുഖം അടുത്ത മാസത്തോടെ പ്രവർത്തനക്ഷമമാകുമെന്ന് കോൺഗ്രഷണൽ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. 2016 മെയ് മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ സന്ദർശിക്കുകയും തുറമുഖവും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കുന്നതിനായി $500 ദശലക്ഷം നിക്ഷേപിക്കാനുള്ള കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അമേരിക്കയുടെ ഇറാനിയൻ ഉപരോധത്തിൽ നിന്ന് ട്രംപ് ഭരണകൂടം ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാൻ പുനർനിർമ്മാണം ഒഴിവാക്കിയെങ്കിലും 2020 അവസാനം വരെ ഇന്ത്യ പദ്ധതിയുടെ പണി നിർത്തിവച്ചിരുന്നു. 2021 തുടക്കത്തിൽ തുറമുഖത്തിന്റെ പ്രവർത്തനം ഇന്ത്യ വേഗത്തിലാക്കി. 2021 മെയ് മാസത്തോടെ തുറമുഖം പ്രവർത്തനക്ഷമമാകുമെന്ന് CRS റിപ്പോർട്ടിൽ പറയുന്നു. 2011-2016 കാലയളവിൽ ഇറാനിൽ UN ഉപരോധം പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇറാനുമായുള്ള ഇടപാടുകൾ കൈകാര്യം ചെയ്യാൻ ടെഹ്റാൻ ആസ്ഥാനമായുള്ള പ്രാദേശിക സംഘടനയായ ഏഷ്യൻ ക്ലിയറിംഗ് യൂണിയൻ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് നിർത്തിവച്ചിരുന്നു. ഇറാനിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ വാങ്ങലുകളിൽ പകുതിയും ഇന്ത്യൻ കറൻസി ഉപയോഗിച്ച് പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചിരുന്നു. 2011 ശേഷം ഇന്ത്യ ഇറാനിയൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഗണ്യമായി കുറച്ചിരുന്നു. എന്നാൽ 2016 ഉപരോധം ലഘൂകരിച്ച ശേഷം ഇറാനിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി 2018 ജൂലൈയിൽ 8 ലക്ഷം BPD ആയി ഉയർന്നിരുന്നു. ഇത് 2011 വളരെ ഉയർന്ന ഇറക്കുമതിയായിരുന്നു. 2012-2016 കാലയളവിൽ വാങ്ങിയ എണ്ണയ്ക്കായുള്ള കുടിശ്ശികയായ $6.5 ബില്യൺ അമേരിക്കൻ ഡോളർ മോദി സർക്കാർ കൊടുത്തു തീർത്തിരുന്നു. 2019 മെയ് മുതൽ ഇന്ത്യ ഇറാനിയൻ എണ്ണ ഇറക്കുമതി ചെയ്തിട്ടില്ല. ഇന്ത്യയുമായുള്ള സാമ്പത്തിക ബന്ധത്തെക്കാൾ പാകിസ്ഥാനുമായുള്ള ഇറാന്റെ സാമ്പത്തിക ബന്ധം വളരെ കുറവാണെന്ന് CRS റിപ്പോർട്ടിൽ പറയുന്നു. അടുത്ത അപ്ഡേറ്റ് നോക്കാം.
പാങ്കോങ് തടാക പ്രദേശത്ത് നിന്നുള്ള വിജയകരമായ പിൻവാങ്ങലിന് ശേഷം ഇന്ത്യയും ചൈനയും 11ാം റൗണ്ട് സൈനിക തല ചർച്ച വെള്ളിയാഴ്ച ലഡാക്കിൽ നടത്തി. ഗോഗ്ര ഉയരങ്ങൾ, ഹോട്ട് സ്പ്രിങ്സ്, ഡബ്സാങ് സമതലങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സംഘർഷഭരിതമായ സ്ഥലങ്ങളിൽ നിന്നുള്ള പിൻവാങ്ങൽ ചർച്ച ചെയ്യപ്പെട്ടതായി സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. കൂടിക്കാഴ്ച വെള്ളിയാഴ്ച 13 മണിക്കൂറോളം നീണ്ടുനിന്നതായും രാത്രി 11:30 സമാപിച്ചതായും വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഇരു രാജ്യങ്ങളും 1 വർഷത്തോളമായി അതിർത്തിയിൽ സൈനിക പോരാട്ടത്തിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിലും സൈനിക രാഷ്ട്രീയ തലങ്ങളിൽ വ്യാപകമായ ചർച്ചകൾക്ക് ശേഷം കഴിഞ്ഞ മാസം ഏറ്റവും വിവാദമായ പാങ്കോങ് തടാക പ്രദേശത്ത് നിന്നും ഇരു സൈന്യങ്ങളും പിൻവാങ്ങിയിരുന്നു. പിൻവാങ്ങലിന്റെ ക്രെഡിറ്റ് ഇതിനായി പ്രവർത്തിച്ച എല്ലാ പങ്കാളികൾക്കും, പ്രതിസന്ധി ഘട്ടത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നൽകിയ വിവരങ്ങൾക്കും കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവനെ നൽകിയിരുന്നു. നേരത്തെ ഇന്ത്യയും ചൈനയും കോപ്സ് കമാൻഡർ തലത്തിൽ 10 റൗണ്ട് ചർച്ചകൾ നടത്തി പാങ്കോങ് തടാക പ്രദേശത്ത് നിന്ന് പിരിഞ്ഞു പോകാനുള്ള ക്രമീകരണത്തിൽ എത്തിയിരുന്നു.